എന്ന് വീട്ടിൽ കയറി വന്നപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലാട്ടോ. ഇതിലെന്താന്ന് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായി സംഭവം ഇത് വേറൊന്നുമല്ല. ഇതിലെന്തോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളത്. അങ്ങനെ പ്രശ്നം എന്താണെന്ന് തിരക്കിയപ്പോഴാട്ടോ സംഭവം കാര്യം നമുക്ക് കൊടുത്താൻ കിട്ടിയത്. പ്രശ്നം വേറൊന്നുമല്ല. എണീറ്റപ്പോൾ സ്വപ്നം ഉണ്ടത് പാദസരമാണ്. ഈ നേരത്ത് പാദസരം വേണം തന്നെ ഒരേ വാശി. അങ്ങനെ ഞങ്ങളും തൊട്ടപ്പുറത്തുള്ള കുട്ടിയും വന്നിട്ട് സമാധാനിപ്പിച്ചെങ്കിലും ആളും ഒരു പൊടി അടങ്ങണില്ല കേട്ടോ. നമുക്കത് വേണം തന്നെയാണ്. പറഞ്ഞിട്ട് ആളൊരു പൊടിക്കടങ്ങണില്ല. വേണം തന്നെ ഒരേ വാശി. സമയമാണെങ്കിൽ 9:10 മണി ആയിട്ടുണ്ട്. ഈ നേരത്തെ നമ്മൾ ഇവിടുന്ന് പാദസരം ഉണ്ടാക്കും, ഒരു പിടുത്തം കിട്ടണില്ല. കുറേ അതും ഇതും പറഞ്ഞ് ഞാനും അവളുടെ അമ്മയും എല്ലാവരും കൂടിയിട്ട് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആൾക്കൊരു പൊടി അടങ്ങണില്ല എന്നുള്ളതിന് കേട്ടോ. ആള് ആകെ പ്രശ്നമാണ്. എല്ലാവരും തല്ലാൻ വരിക, ചീത്തറിയുക, ഇതാണ് ചെയ്യണത് മൂപ്പര്. പിന്നെ എന്താ ചെയ്യുക? ഈ നേരത്തെ ഇനിയിപ്പോൾ എവിടെ കട ഉണ്ടാവുക അന്വേഷിച്ചിട്ട് പോകേണ്ടി വരും. ഈ വാശി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, നിർത്താൻ വലിയ പാടാണ്. കാഴ്ചപ്പത് ടീച്ചറല്ല നാളെ മദർസയിലേതാ പരീക്ഷ? മദ്രസയിൽ പരീക്ഷ ഉണ്ട്. അതേതാന്ന് വെച്ചപ്പോൾ അതുപോലെ അവൾക്കറിയില്ല. അവളാണ് കണ്ടില്ലേ പാസരം വേണം പറഞ്ഞിട്ട് ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് നീച്ചിട്ട് അടങ്ങറാക്കണത്. മേടിച്ചു തരാമെന്നും പറഞ്ഞിട്ട് സമാധാനിച്ചപ്പോഴും ആൾക്കൊരു രക്ഷയില്ല. ആളൊരു പൊടിക്കടങ്ങണില്ല. ഭയങ്കര വാശി തന്നെ. രണ്ടും കൽപ്പിച്ചിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ. എന്താ ചെയ്യുക? നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. വാശി തുടങ്ങിയാൽ കഴിഞ്ഞാൽ നിർത്തില്ല. തന്നെയാണ്. പിന്നെ നമ്മൾ വടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കണം. വാശി കൂടുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടാവില്ല. കണ്ടില്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. വീട്ടിൽ ഇങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കിട്ടോ. മറക്കല്ലേ പ്രത്യേകം. അപ്പോൾ താത്താനായിട്ട് തല്ലുംപടി കൂടുതലാണ് ഇപ്പോൾ ഈ കാണുന്നത്. മത്സരം മേടിക്കാൻ വേണ്ടിയിട്ട് ഓളെ ഡ്രസ്സും പിടിച്ച് വലിച്ചിട്ട് എന്താ കാര്യം? മത്സരം കിട്ടും. ഇതൊക്കെയാണ് വികൃതികൾ ഇട്ടോ ഇവിടുത്തെ. എന്താ ചെയ്യുക? വല്ലാത്തൊരവസ്ഥ. ലാസ്റ്റ് നമ്മൾ കണ്ണും പൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാട്ടോ. അല്ലാണ്ട് വേറെ വഴിയില്ല. എന്ത് ചെയ്യാനാ? ലാസ്റ്റ് 10 പൈസ വയ്യാണ്ടെന്നാൽ പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ മൂഡ് മാറി കേട്ടോ. കണ്ടില്ലേ? പിന്നെ കണ്ടത് ഇതാ. ഒരു രക്ഷയില്ല. കരഞ്ഞിട്ട് കുറേ നേരമായി എന്നാ പറഞ്ഞത്. എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ പോവാണ് ലാസ്റ്റ് പാൽസരം വാങ്ങാൻ. പോയി നോക്ക്. മത്സരം മേടിക്കാൻ പോവുക പറഞ്ഞാൽ സന്തോഷമായിട്ട് പോയി കണ്ടത്. കണ്ടില്ലേ ആ സന്തോഷം? കണ്ടില്ലെങ്കിൽ പിടിച്ച വാശി നിറവേറി എന്നുള്ള സന്തോഷമായിട്ട് പോയി കാണുന്നു മുഖത്ത്. അല്ലാണ്ട് വേറെ ഒന്നല്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിട്ടോ. അപ്പൊ നമ്മള് പോയി നോക്കാം. കിട്ടിയ വഴി കിട്ടോ ഉറപ്പില്ല. രാത്രി നല്ല നേരം വഴിയേക്കണേ. കടകളൊക്കെ അടച്ചിട്ടുണ്ടാവും. അപ്പൊ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, ഉണ്ടാണെങ്കിൽ തിരിച്ചു പോരും. ഓക്കെ? എല്ലാ കടയിലും തെരഞ്ഞിട്ട് വന്നായിന്ന് പറഞ്ഞത്. അതിൽ കയറിയിട്ട് കിട്ടിയില്ലെങ്കിൽ എല്ലാ കടയിലും കയറിയിട്ട് തെരഞ്ഞു വന്നായിരുന്നു. അങ്ങനെ യാത്ര തുടങ്ങിയിട്ട് നമ്മൾ പോയി നോക്കാൻ അടുത്ത ടൗണിൽ ഏത് കടകളുണ്ടാവുമെന്ന് അറിയില്ല. എല്ലാ കടകളിൽ പോയിട്ട് നമുക്ക് അവളെ സ്ഥലം മേടിച്ചു. അപ്പൊ ചങ്ങന്മാരെ നമ്മളിനി കടയിലെത്തിയിട്ട് കാണാം. പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് നമ്മൾ യാത്ര തുടരാട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് അവസരം ഇല്ലാണ്ട് തിരിച്ചൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കടയിലെത്തിയിട്ടോ. കടയിലെത്തി വണ്ടി നിർത്താൻ സമയമില്ല. അപ്പോൾ ആൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി കയറി കടയിൽ കയറണം കാഴ്ചട്ടപ്പിയെ കണ്ടത്. കൂട്ടാൻ വേണ്ടി ഇരിക്കുന്ന നേരത്താണ് ഒരു കസ്റ്റമറെ കിട്ടിയത്. മൂപ്പര് ഇന്നലെ പേപ്പർ ചോർന്നതിൻ്റെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ടി വിയിൽ. മൂപ്പർക്ക് ഒരു കസ്റ്റമറെ കിട്ടി. ആ സന്തോഷത്തിൽ മൂപ്പര് അവസരം തിരച്ചിൽ തുടങ്ങി. മൂപ്പരാളെ കടയിൽ നമ്മൾ മുന്നേ പോയി പരിചയമുള്ളതുകൊണ്ട് മൂപ്പര് പിന്നെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഒന്നല്ല ഈ പരീക്ഷ പേപ്പർ ചോർന്നതിൻ്റെ കഥ തന്നെയാണ്. ഉറക്കത്തുനിന്ന് കരഞ്ഞിട്ട് വന്നു പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു കേട്ടില്ലേ. പറയണ പോലെ ആളിച്ചിട്ട് ബോൾഡാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ആൾക്ക് ഭയങ്കര വാശിയാണ്. ഇതും കാര്യം ആവശ്യപ്പെട്ടിട്ട് അപ്പ കിട്ടിയില്ലെങ്കിൽ പിന്നെ മൂപ്പര് ആകെ പ്രശ്നമാണ്. പിന്നെ നമുക്ക് ഇരിക്കാനും കെടുക്കാനും കുടിക്കാനും ഒന്നിനും നമുക്ക് സമാധാനം തരില്ല. ഒരാവശ്യം നിറവേറാണ്ട പിന്നെ ഒരു രക്ഷയില്ല. ഞാൻ പല മോഡലെടുത്ത് പുറത്തിട്ട് കൊടുത്തെങ്കിലും മൂപ്പരാൾക്ക് ഇതൊന്നും കണ്ണിൽ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. മൂപ്പര് ഉദ്ദേശിച്ച മോഡൽ ഇതല്ല എന്നുള്ളതുകൊണ്ടാട്ടോ മൂപ്പർക്കൊരു സുഖമില്ലാത്ത ഇത് തിരിഞ്ഞു പോവാണ്. ഇതെല്ലാം മൂപ്പര് ഉദ്ദേശിച്ചത്. ഇവിടെ സാധനം ഇല്ല, നമുക്ക് ഇനി അടുത്ത ദിവസം നാളെ നമുക്ക് പോയിട്ട് മേടിക്കാന്ന് പറഞ്ഞപ്പോൾ രക്ഷയില്ല, നടക്കില്ല എന്ന് പറയുന്നത്. വേറെ വഴിയില്ലല്ലോ. നമ്മൾ അടുത്ത കടയിലേക്ക് യാത്ര തിരിച്ചിട്ടോ. മാള് കണ്ടപ്പോൾ മാളിൽ കാരണം ഭയങ്കര പൊടിയാണ്. വേണ്ട, നമുക്ക് പാൽസരം മേടിക്കാണ്ട് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത കടയിലെത്തിയിട്ടോ. ഇത് കാരണം കാഴ്ചനെ പോയി കണ്ടത്. പതിപോലെ പലതും വലിച്ചിടിപ്പിച്ചിട്ടോ. എടുത്ത് നോക്കണ കാഴ്ച കണ്ട് അതിന് ഫസ്റ്റ് നോക്കിയതിൽ തന്നെ മൂപ്പർക്ക് ഒരു സാധനം ക്ലിക്കായിട്ടോ. ഇനി കിടക്കണ മതി എന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ അതന്നെ മൂപ്പര് ചേട്ടെടുത്ത് നിന്നിട്ടോ. മൂപ്പര് അത് അയച്ചിട്ട് മൂപ്പര് അവളുടെ കയ്യിൽ കൊടുക്കണ കാഴ്ച ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോണത്. ഒരാളുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണട വെച്ചിട്ടും കണ്ണാണാത്ത അവസ്ഥ കേട്ടോ. ലാസ്റ്റ് അവളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾക്ക് ഇത് കുഴപ്പമില്ല, വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഏകദേശം മൂപ്പർക്ക് പറ്റി. അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ആ മുഖത്ത് കണ്ടില്ലേ.
ഒന്നും നോക്കണ്ട കാലുമെന്ന് വെച്ചോക്കെ പറഞ്ഞാൽ കാലും വെച്ചോക്കണ കാഴ്ചട്ട് പീ കണ്ട് അങ്ങനെ കാലും മട്ടൊക്കെ ഉള്ളമ്മ കാലും മട്ട് കൊടുത്തുട്ടോ. ഇവിടുത്തെ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ. മൂപ്പർക്ക് സാധനം ഇഷ്ടപ്പെട്ടു. അതിനിടയ്ക്ക് കടക്കാരൻ പറഞ്ഞു വേറെ മോഡൽ കൂടി ഉണ്ട് കാണിച്ചു തരാമെന്ന്. ആ പിന്നെ അതും കൂടി നോക്കാന്നുള്ള ഓളും സാധനം കിട്ടിയതിൻ്റെ സന്തോഷം കണ്ടില്ലേ. അതൊന്നല്ല വലിയ ഒരു സമാധാനമാവും. ഓൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയല്ലോ. എൻ്റെ സന്തോഷത്തിലിരിക്കണം കേട്ടോ. രണ്ടാമത് എടുത്താന്ന് കാലും വെച്ചൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ അത് കാലും മട്ട് കൊടുക്കുന്ന കാഴ്ചപ്പീ കാണുന്നത്. അങ്ങനെ രണ്ടും കാലിലിട്ട മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടാമത് കാലിലിട്ടാട്ടോ. രണ്ടാമതിട്ട് മതി എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഇതാണ് ഒന്നുകൂടി ഭംഗിയെന്നാണ് ആൾ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തത് കേട്ടോ. രണ്ട് കാലും രണ്ട് തരം പാസറിട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കണത്. കളിക്കാൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് രണ്ട് കാലും രണ്ട് തരം പാസറിട്ടിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടില്ലേ. ഇത് ചോദിച്ചപ്പോൾ ഇത് വേണ്ട വെറൈറ്റി ഇല്ലേന്ന് ചോദിച്ചു. ഇങ്ങനെ എടുത്താലോ എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞ് ചെറുക്കനെ കാഴ്ചട്ട് പീ കാണുന്നത്. ഒന്നുകൂടി ഇഷ്ടമായത് ഇതാണ്. ഏറ്റവും ട്രെൻഡിങ് മോഡൽ രണ്ടാമത്തെ കാലിലിട്ടതാണ് എന്നിട്ട് പറഞ്ഞത്. നോക്കണ്ട അതിനെ മതിയെന്ന് മൂപ്പരും തീരുമാനിച്ചു. അങ്ങനെ രണ്ടാമത് കാണിച്ച സാധനം നമ്മൾ എടുത്തു കേട്ടോ. അത് ചേട്ടനോട് പറഞ്ഞു അത് പാക്ക് ആയിക്കോളിന്ന് പറഞ്ഞു. അവർക്ക് എന്നാലും ഒരു ഇഷ്ടം അതിനോടാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കാലിങ്ങനെ പൊക്കിയിട്ടൊക്കെ നോക്കണത്. കുറച്ച് ടൈറ്റും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതാകുമ്പോൾ ഒന്നുകൂടി ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് എന്നാലും ഒരു താല്പര്യം അതിനോടാണ് കാണുന്നത്. പക്ഷേ അതിനെ മതിയെങ്കിൽ അത് എടുക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞാൽ അത് വേണ്ടെന്നോ മറ്റേ തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒക്കെ എടുത്തു കേട്ടോ. മൂപ്പർക്ക് വേറെ കസ്റ്റമർ വരുന്നുണ്ട്. മൂപ്പര് അങ്ങോട്ടും പോകുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ അവിടെ നിന്ന് പോരാനുള്ള പരിപാടിയിലാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ അവിടെ നിന്നിട്ട് എന്തൊക്കെ എൻ്റെ ചെവിയിൽ അതൊക്കെ വന്ന് പറയുന്നുണ്ട്. ഞാൻ ഒന്നും മുണ്ടൊന്നുമില്ല കേട്ടോ മൂപ്പരോട്. അതൊക്കെ എന്നോട് വന്നിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എവിടേക്കോ പോകണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടും പോകണില്ല, നേരെ നമ്മൾ വീട്ടിലേക്കാണ് ഇനി അടുത്ത് പോക്കെന്ന് പറഞ്ഞു. ഞാൻ നടക്കില്ല എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ടെങ്കിലും ഞാനതിനെ മെയിൻ ആക്കണമെന്നില്ല. ചേട്ടനാണെങ്കിൽ അപ്പുറത്ത് വേറെ എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ പാഴ്സരം മേടിച്ച് ഉള്ള താത്താക്ക് ഒരു ബോധി ഒരു പാഴ്സരം വേണം തന്നെ. ഇപ്പോൾ ഏതായാലും വന്നല്ല നിങ്ങൾ ഉള്ള താത്താക്ക് പറഞ്ഞ ആയിക്കോട്ടെ വെച്ചിട്ട് ഉള്ള താത്താക്ക് ഒരു പാഴ്സരം മേടിച്ചിട്ട് പറഞ്ഞു. പക്ഷേ ഓള് പറയാം താത്താക്ക് എന്തിനാ എനിക്ക് പാഴ്സരം മേടിക്കാനല്ല വന്നുള്ള കോമഡി പറഞ്ഞിട്ടാണ് പോളിയിരിക്കണത്. ഓൾക്ക് കിട്ടിയല്ലോ അതിൻ്റെ സന്തോഷത്തിലാണ് പോളിയിരിക്കണത്. ഞാൻ വെറുതെ അവിടെ നോക്കിയപ്പോൾ നല്ലൊരു കീച്ചേനും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി കളിക്കാൻ കണ്ടപ്പോൾ ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും അതൊന്നും വേണ്ടെന്ന് ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ വെപ്പിച്ചു കേട്ടോ. എന്തൊക്കെ കണ്ടിച്ചാൽ എല്ലാം വാങ്ങണമെന്നാണ് അവളുടെ ആഗ്രഹം. അങ്ങനെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഉള്ളപ്പം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ കട മൊത്തം തന്നെ വേണ്ടി വരും കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ അതിന് എടുത്തൊക്കെ അവിടെ വെച്ചാൽ നമുക്ക് ഇനി അടുത്തൊരു ദിവസം വന്നിട്ട് അവർക്ക് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് മൂപ്പര് വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. സെർച്ച് ചെയ്യാണ്. പക്ഷേ മൂപ്പര് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പാൽസരത്തിൻ്റെ പൈസ കണക്ക് കൂട്ടണ കാഴ്ചിട്ട് ഈ കാണുന്നത്. ഒരു കയ്യിലൊക്കെ പിടിച്ച് നോക്കിയിട്ടാണ് കണക്കാക്കുന്നത്. എനിക്ക് തോന്നുന്നത് സ്വർണ്ണം നോക്കണ മാതിരിയാണോ മൂപ്പര് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത്. നോക്കിയിട്ടാണോ പൈസ എഴുതണമെന്നൊക്കെ തോന്നിപ്പോയിട്ടോ. അത് മേടിച്ച് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ സാധനം അപ്പം തന്നെ കാലുമൊക്കെ ഇട്ട് സെറ്റായിട്ട് തന്നെ അവിടുന്ന് പോകുന്നത് കേട്ടോ. ഡേറ്റ് ഇടാനൊന്നും അവർക്ക് നേരില്ല. അവിടെ തന്നെ ഇടണം എന്നുള്ളതാണ് കണ്ടില്ലേ. സാധനങ്ങൾ കാണിച്ചു തന്നെ അവസ്ഥ കണ്ടേ. സന്തോഷമായി ആൾക്ക്. ഇത്രയും കിട്ടിയപ്പോൾ ഇനി മന്തി വേണം കേട്ടോ. നമ്മളെ കൊണ്ട് തന്നെ പോവുള്ളൂ. രക്ഷയില്ല. വേറെ ഒന്നും പറയാനില്ല, ഒന്നും നോക്കാനില്ല. നേരെ അടുത്ത് പിടിച്ചു എൽസാക്കി കേട്ടോ. അവിടെ പോയി കയറി നിന്ന് മന്തി പറഞ്ഞു. അങ്ങനെ മന്തി വന്നു. മന്തി കഴിക്കണ കാഴ്ച കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കണത്. ആള് കുറച്ചേ കഴിക്കുള്ളൂ എന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും വലിയ പീസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം നോക്കിയിട്ട് ആൾ എടുക്കുള്ളൂ കേട്ടോ. വെച്ചിട്ട് ബാക്കി അവിടെ തന്നെ വെക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഒരു ഫ്രസ്ട്രേഷനാണത്. ഇവരൊക്കെ പിടിച്ചു നോക്കണേ ഏതാ വലുതെന്നാണ് നോക്കണം കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നല്ല. ഞാൻ വിചാരിച്ചാൽ ആദ്യം ഇത് ഏതാ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായത് അതല്ല എന്നുള്ളത്. ഏറ്റവും വലിയ പീസ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പീസ് നോക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണതെന്നാണ് എനിക്ക് മനസ്സിലായി. പിന്നെ മൂപ്പര് നമ്പറൊക്കെ എണ്ണീറ്റൊക്കെയാണ് എടുക്കുന്നത്. ലാസ്റ്റ് എടുത്ത് കഴിക്കൽ തുടങ്ങി കേട്ടോ. ഓരോരുത്തർ കഴിക്കൽ തുടങ്ങി. മൂപ്പര് ഏറ്റവും വലിയ പീസ് എടുത്തിട്ട് മൂപ്പരും കഴിക്കൽ തുടങ്ങി. ഞാനും കുറച്ചെടുത്ത് കഴിച്ചില്ല കഴിഞ്ഞ്. അങ്ങനെ മൂപ്പര കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൽ പീസ് വലിയൊരു പീസ് ബാലൻസ് ഉണ്ടായിരുന്നു. ആ പീസ് എനിക്ക് തന്നെ തിരിച്ചു വെച്ചു കേട്ടോ. തിരിച്ച് നമ്മളിതാ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി സത്യം പറയുകയാണെങ്കിൽ പാദസരത്തിന് വേണ്ടി കരഞ്ഞിട്ട് പാദസരമായി മന്തിയായി. തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോൾ സമയം 12 മണിയായിട്ടുണ്ട് കേട്ടോ. ഇത് പൂച്ചൊക്കെ കണ്ടിട്ട് പൂച്ചനെ ആട്ടി ഓടിക്കണ കാഴ്ചയാണ് രാത്രി 12 മണിക്ക് കാണുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. അടുത്തൊരു ഡേറ്റ് വീണ്ടും കാണാം.